ചില വാർത്തകളുമായി സാനിയോ മനോമി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാനിയോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് രോഷ്നി. സാനിയോ, നമ്മൾ ഈ വാർത്തകളെ ഞെട്ടിപ്പോയ ഒരു വാർത്ത തന്നെയായിരുന്നു ഈ പോത്തുണ്ടി ഇരട്ട കൊലപാതകം. അപ്പോൾ അതിൽ വിചാരണ മണ്ണാർക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ വിചാരണ നടപടികൾ വേഗത്തിലാക്കാൻ കേസ് മണ്ണാർക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റാൻ പോലീസ് ആവശ്യപ്പെടും അല്ലേ? അതെ, പോലീസ് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും നമ്മൾ അതിൽ കാണേണ്ടത് പാലക്കാട് ജില്ലയിലെ വിവിധ കോടതികളിൽ കൊലപാതക കേസുകൾ വളരെയധികം ഉണ്ട്, വിചാരണ നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് മണ്ണാർക്കാട് കോടതിയിലേക്ക് മാറ്റണം എന്ന്, വലിയ കേസുകൾ താരതമ്യേന കുറഞ്ഞ മണ്ണാർക്കാട് കോടതിയിലേക്ക് മാറ്റണം എന്നൊരു ആവശ്യം വരുന്നത്. അത് ഞെട്ടിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. കാരണം ഇത്രയും അധികം കേസുകൾ ഉണ്ട് എന്ന് പറയുന്നത് ഒട്ടും ആശാസ്യകരമല്ല. ഏതായാലും മണ്ണാർക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയിലേക്കാണ് കേസ് മാറ്റാൻ പോലീസ് ആവശ്യപ്പെടുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മണ്ണാർക്കാട് കോടതിയിൽ അടുത്ത മാസമായിരിക്കും അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഏതായാലും വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു ഈ കേസ് എന്ന് പറയുന്നത്. ചെന്താമര എന്ന് പറയുന്നയാൾ പോത്തുണ്ടിയിൽ 2 പേരെ വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഏതായാലും ഈ കേസ് ഇപ്പോൾ മാറ്റണമെന്ന് പറയുന്ന ഒരു ആവശ്യവുമായാണ് പോലീസ് കോടതിയെ സമീപിക്കുക. അങ്ങനെയെങ്കിൽ ഈ കേസ് മണ്ണാർക്കാട് കോടതിയിലേക്കാണ് മാറ്റാനുള്ള സാഹചര്യം ഉണ്ടാവുക. മറ്റൊന്ന്, ഈ എലപ്പുള്ളി മദ്യനിർമ്മാണ കമ്പനിക്ക് നൽകിയ അനുമതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള BJPയുടെ സമരം, ആ സമരം ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ BJP എലപ്പുള്ളിയിൽ നടത്തുന്ന അനിശ്ചിതകാല ഉപവാസ സമരത്തിൽ ഇന്ന് കുമ്മനം രാജശേഖരനാണ് പങ്കെടുക്കുന്നതെന്ന് അറിയുന്നു. അങ്ങനെയല്ലേ? അതെ, ഈ എലപ്പുള്ളി ബ്രൂവറി വിഷയം കേരളത്തിൽ തന്നെ വലിയ ചർച്ചയാവുന്ന ഒരു സാഹചര്യം. മാത്രമല്ല സഭയിലടക്കം അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ആ സമയത്താണ് BJP ഒരു സമരവുമായി മുന്നോട്ട് വരുന്നത്. ധർണ ഉപവാസ സമരമാണ്, അനിശ്ചിതകാല ഉപവാസ സമരം തന്നെയാണ് അവർ സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ അവിടെ കുമ്മനം രാജശേഖരൻ പങ്കെടുക്കാൻ എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പാലക്കാട് നിന്നുള്ള വാർത്തകൾക്ക് തന്നെയാണ് ഇപ്പോൾ വലിയ ഒരു സാധ്യതയുള്ളത് എന്നുള്ളതാണ്. ഒന്ന് പോത്തുണ്ടിയിലും അതുപോലെ ഇപ്പോൾ ബ്രൂവറിയും ഈ വിഷയങ്ങളൊക്കെ കത്തി നിൽക്കുകയാണ് പാലക്കാട്. രോഷ്നി, പിന്നൊന്ന്, ഈ കാഞ്ഞങ്ങാട് പത്മ ആശുപത്രിക്കെതിരെയുള്ള ചികിത്സാ പിഴവ് ആരോപണം അത് വ്യാപകമായിരുന്നു. ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർമാരുടെ ചികിത്സാ പിഴവ് ആരോപിച്ച് ഇന്ന് ബഹുജന പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. എപ്പോഴായിരിക്കും മാർച്ച്? രാവിലെ 10 മണിയോടെയാണ് ബഹുജന പ്രക്ഷോഭം ഉണ്ടാവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പത്മ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ചികിത്സാ പിഴവിന്റെ വാർത്ത റിപ്പോർട്ടറാണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത്. ചികിത്സാ പിഴവിനെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ആ വാർത്തയ്ക്ക് പിന്നാലെയാണ് മറ്റ് ആളുകൾ കൂടി, ഒരു യുവതി കൂടി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. ഗർഭപാത്രത്തിലെ മുഴ നീക്കം ചെയ്യുമ്പോൾ അവർക്കും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അവർക്ക് ഒരുപാട് ചികിത്സ വീണ്ടും എടുക്കേണ്ടി വന്നു എന്നുള്ളതൊക്കെ ആരോപണങ്ങളാണ് പത്മ ആശുപത്രിക്കെതിരെ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ ബഹുജന മാർച്ച് ഇന്ന് 10 മണിയോടുകൂടിയായിരിക്കും തുടങ്ങുക എന്ന് മനസ്സിലാക്കുന്നു. ഈ ഗർഭപാത്രത്തിലെ മുഴ നീക്കം ചെയ്ത അതിൽ പ്രശ്നമുണ്ടായ യുവതിയുടെയും അതുപോലെ അമ്മയും കുഞ്ഞും മരിച്ച അവരുടെയും ഒക്കെ ബന്ധുക്കളും അതുപോലെ നാട്ടുകാരും ഒക്കെയാണ് ഈ ഒരു ബഹുജന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുക എന്നാണ് അറിയുന്നത്. ഏതായാലും അത് വലിയ പോലീസ് സുരക്ഷയും മറ്റും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ജനരോഷം 2 ജീവനുകൾ എടുത്തു എന്നുള്ളതുകൊണ്ട് ജനരോഷം വലിയ തോതിൽ വർദ്ധിക്കാനുള്ളൊരു സാഹചര്യവും ഉണ്ടാകുമെന്നുള്ളതുകൊണ്ട് തന്നെ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ശരി, അപ്പോൾ അതാണ് വാർത്തകൾ. സാനിയോ മനോമിയാണ് ഈ വാർത്തകളുടെ എല്ലാ വിശദാംശങ്ങൾ നൽകിയത്.